പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. നമ്മോടൊപ്പം ഇന്നുള്ളത് സിംഗർ ജലാൽ മാഗ്നസ്. ജലാൽക്ക, വെൽക്കം ടു സിനിഗ്രാം. ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഞങ്ങൾക്കൊരു ഹിറ്റ് തന്നിട്ട് കല്ലായി എന്ന് തുടങ്ങുന്ന ഒരു ആൽബം. പിന്നെ ഒരു പോക്ക് പോയി. എവിടെയായിരുന്നു? കുറേ വിശേഷങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ഏറ്റവും ആദ്യം ഇപ്പോൾ തിരിച്ചു വന്നത് ലാല എന്ന് പറഞ്ഞൊരു ആൽബമായിട്ടാണ്. അതിൽ നിന്ന് 2 ലൈൻ കേട്ടിട്ട് നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും. കണ്ണീറൊന്ന് തന്നോളെ, നെഞ്ചിൽ താളം തീർത്തോളെ, കനവായി ഇന്ന് പെയ്തോളെ, നോട്ടമെറിഞ്ഞോളെ. കണ്ണീറൊന്ന് തന്നോളെ, നെഞ്ചിൽ താളം തീർത്തോളെ, കനവായി ഇന്ന് പെയ്തോളെ, നോട്ടമെറിഞ്ഞോളെ. ഇഷ്ടിന്റെ ചാരത്ത് ഇഷ്ടക്കനി നീയൊത്ത്, മംഗല്യപ്പട്ടും ചൂടി വരുന്നൊരു കാലത്ത് മോഹങ്ങൾ പറയാനായി വരുന്നൊരു മണവാളൻ. ഞാൻ ഇപ്പോൾ ഈ സോങ് കേട്ടപ്പോഴും അന്ന് ആ സോങ് കേട്ടപ്പോഴും ഒരേ സൗണ്ടാണ്. മാഷാഅല്ലാ, ഒരു ചേഞ്ചും വന്നിട്ടില്ല. ഞാൻ പറയുന്നതല്ല, ഞാൻ മാത്രം പറയുന്നതല്ല. ഞാൻ ഇപ്പോഴത്തെ ഈ സോങ്ങിൻ്റെ കുറേ കമൻസ് കാര്യങ്ങളൊക്കെ കണ്ടപ്പം അതിനകത്തും കുറേ കമൻസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ എന്താണ് അതിൻ്റെ ഒരു സീക്രട്ട് ഒന്നുമില്ല. അത് അന്ന് പാടിയ പാട്ട് ഇപ്പോൾ കല്ലായി. കണ്ണിലിതെന്നും നിൻമുഖമാ, അതേ സൗണ്ട് പിടിച്ചിട്ട് പിന്നെ ഇപ്പം പാടിയ പാട്ട് പാടി കണ്ണേറൊന്ന് തന്നോളേ കുണ്ടുങ്ങൽ തറവാട്ടിൽ. ആ പാട്ട് എങ്ങനെയാണ് പാടിയതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് അതേപോലെ പാടാൻ ശ്രമിച്ച്. പക്ഷേ എല്ലാവരും ആ ടോണ് ഭയങ്കരമായിട്ട് ഇത്രയും കൊല്ലത്തിന് ശേഷം അതേപോലെ തന്നെ സൗണ്ട് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായി. അതൊരു ഭാഗ്യം. പിന്നെ നമ്മൾ വലിയ പാട്ടുകാരനൊന്നുമല്ല. ഞാൻ സത്യത്തിൽ എല്ലാ ഇൻ്റർവ്യൂവിലും പറയലുണ്ട്, ഞാൻ ശരിക്കും ഞാൻ ഇന്നെ ഇഷ്ടപ്പെടുന്നത് ഒരു മിമിക്രി കലാകാരനായിട്ടാണ്. പിന്നെ അതിൽ കുറച്ച് പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് കുറേ വർക്കുകൾ ഇറക്കിയത് പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ പേരിൽ പാട്ടിനോടുള്ള ഇഷ്ടത്തിൻ്റെ പുറത്ത് ഷാഫിയുടെ പാട്ടാണ്. ഷാഫി ചെയ്തിട്ടുണ്ട്. ഷാഫിയുടെ കൈയാണ് തുടക്കത്തിൽ പാട്ടായിട്ട് പാട്ടുകാരനായിട്ട് മാറ്റിയത്. അതിലേക്കാണ് ഞാൻ വരുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആദ്യത്തെ ആ ഒരു വരവിനേക്കാൾ നിങ്ങളുടെ രണ്ടാം വരവ് ഒന്നുകൂടെ ശ്രദ്ധിക്കപ്പെട്ടു എന്ന്. അതിനെക്കുറിച്ച് ഷാഫിക്കായിട്ടുള്ളൊരു ആ ഒരു ബന്ധത്തിനെ കുറിച്ച്. അതായത് നമ്മൾ ആ സമയത്ത് കാസറ്റും CD ആൽബമൊക്കെ ഇറക്കിയ സമയത്ത് സോഷ്യൽ മീഡിയ ഇത്രയും സജീവമല്ല, അവസരങ്ങളില്ല, ആളുകളുടെ ഫീഡ്ബാക്ക് കിട്ടാൻ യാതൊരു മാർഗവുമില്ല. ആ കാലം കഴിഞ്ഞ് 10-20 വർഷത്തിന് ശേഷം വീണ്ടും ഷാഫി സജീവമായി. അത് കാരണത്താൽ ഞാൻ സജീവമായി, താജുക സജീവമായി, ഒട്ടുമിക്ക സലീം കൊടുത്തൊരു സജീവമായി, ഒട്ടുമിക്ക കലാകാരന്മാരും സജീവമായപ്പം നമ്മൾ ഒരുമിച്ച് കൂടുമ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രത്തിൽ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പം ശരിക്കും പറയുകയാണെങ്കിൽ അവൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ പഴയകാലം ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 8-9 മണിക്കൂർ ട്രാവലറിൽ യാത്ര ചെയ്യുമ്പം ഓർക്കസ്ട്രക്കാർ പിറ്റേന്ന് ഷാഫിനോട് പറയും, നിങ്ങൾ ഉറങ്ങാണ്ട് ഇത്രമാത്രം പറഞ്ഞിരിക്കാൻ എന്താണ്? അവിടെ ഷാഫി ദേഷ്യപ്പെട്ടിട്ട് മറുപടി പറഞ്ഞേ, നമുക്ക് പറയാനുള്ള അത്ര ഇങ്ങൾക്കൊന്നും പറയാനുണ്ടാവില്ല എന്ന് പറഞ്ഞു. കാരണം അത് പറഞ്ഞാൽ തീരൂല. അപ്പോൾ പണ്ടത്തെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുമ്പം ഭയങ്കര സന്തോഷമാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ അതാണ്, പണ്ട് നമ്മൾ ആസ്വദിച്ചതിൻ്റെ 1000 മടങ്ങാണ് ഇപ്പം അനുഭവിക്കുന്നത്. അതിനകത്ത് ഈ ഒരു മീഡിയ ഒരുപാട് ആളുകൾ പുച്ഛിച്ച് തള്ളിയ മീഡിയ, പക്ഷേ അതിനെ ഇന്ന് ഏറ്റവും ഉയർന്ന ഒരു ഗ്രാഫിലേക്ക് എത്തിച്ചതിൻ്റെ പിന്നിൽ ഷാഫി തന്നെയാണ്. അതൊരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിലാണെങ്കിലും പാട്ടുകാരൻ എന്നുള്ള രീതിയിലാണെങ്കിലും രചയിതാവ് എന്ന രീതിയിലാണെങ്കിലും ഷാഫിയുടെ ഇതുവരെയുള്ള പാട്ടുകൾ, ചില പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഷാഫി എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനി ഒരുപാട് കാലം അവൻ്റെ എഴുത്തുകളിലൂടെയും പാട്ടുകളിലൂടെയൊക്കെ നിലനിൽക്കും. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ കൂടെ പാടുക, കൂടെ അഭിനയിക്കുക, കൂടെ സ്റ്റേജിൽ ഒരുമിച്ച് കൂടുക എന്നുള്ളതിനപ്പുറത്ത് ഞാൻ ഷാഫിയെ നല്ലോണം ആസ്വദിക്കുന്നുണ്ട്. ഷാഫിൻ്റെ പരിപാടിക്ക്, നമ്മളെ പരിപാടിക്ക് പോലും ഞാൻ മാറി നിന്നിട്ട് ഒരു ആസ്വാദകനായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഉള്ളത് സത്യസന്ധമായിട്ട് തുറന്നു പറയാമെന്നുള്ളതാണ്. പിന്നെ ടോപ്പാക്കുക അല്ലെങ്കിൽ തള്ളിപ്പറയുക അങ്ങനത്തെ കൺസെപ്റ്റൊന്നുമില്ല. പിന്നെ അതിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ശരിക്കും ഷാഫിൻ്റെ ആ ഒരു കൂട്ടുകെട്ട് ഇപ്പം ഞാൻ ആസ്വദിക്കുന്നുണ്ട് 100%. ഇപ്പോൾ ഷാഫീൻ്റെ കൂടെ, താജുഖൻ്റെ കൂടെ, സലീമിൻ്റെ കൂടെ ഒക്കെ കൂടുമ്പം നമുക്ക് കിട്ടുന്നൊരു വൈബ് വേറെയാണ്. ഷാഫീൻ്റെ കാഴ്ചപ്പാട്, ചിന്താഗതിയൊക്കെ മാറിയിട്ടുണ്ട്. എനിക്ക് അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം, എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ട്. ഞാൻ ജലാൽക്കനെ കാണുന്ന സമയത്ത് ആ ഒരു സോങ് കണ്ടിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കണ്ടുകൊണ്ടിരുന്നത്. ഷാഫിക്ക് എഴുതിയെന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. ജലാൽക്ക പാടിയൊരു പുസ്തകത്തിൻ താളുകൾ, അതൊന്നും നമുക്ക് പാടി വെക്കാം. പാടാം.
ബാല്യത്തിൻ കാലം തൊട്ടേ നമ്മളൊന്നായി നടന്നു, വഴിവക്കീൽ എന്നെ വിട്ടിട്ടെന്തേ നീയും പിരിഞ്ഞു, സുഖദുഃഖമെല്ലാം നമ്മൾ കൊന്നിച്ചെന്ന് പറഞ്ഞ് സ്വർഗത്തിൻ വർണ്ണത്തോപ്പിൽ നീയും ഇന്ന് പറന്ന്. കൂടെ പാടോ? ഇല്ല. പുസ്തകത്തിൻ താളുകൾ മറിഞ്ഞു, ഓർമ്മതൻ തീരത്ത് ഞാൻ നിന്നെ തിരഞ്ഞു, മുത്തമിട്ട് ഞാനന്ന് നൽകിയ പൂക്കളും വാടിക്കരിഞ്ഞു, പിരിശമോടെ ഞാനന്ന് പറഞ്ഞുള്ള വാക്കെല്ലാം മറന്നു, നീ എങ്ങോ മറഞ്ഞു, നമുക്കുറങ്ങാൻ ഒരുക്കിയ മണിയറ വിരഹത്താൽ പൊട്ടിത്തകർന്നു. ഈ പാട്ട് പാടുമ്പോൾ ശരിക്കും അന്നത്തെ കാലത്ത് ഒരു പ്രണയത്തിനെ, ഒരു നഷ്ടപ്രണയത്തിനെ ഇത്രയും മനോഹരമായിട്ട് ഷാഫി എഴുതിയതാണ്. ഇന്നും ആ പാട്ട് അതെ അതെ, എൻ്റെയൊക്കെ പേഴ്സണൽ ഫേവറേറ്റ്. ഞാനൊക്കെ അത് പറയുമ്പോൾ ഞാൻ ആ സമയത്തൊക്കെ ചെറിയ കുട്ടിയാണ്. അതെ, പക്ഷെ അത് ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് ഉണ്ട് ആ ഒരു 90 കിഡ്സിൽ. ഇപ്പോഴത്തെ 2K കിഡ്സിന് അത് മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷെ അന്നത്. പക്ഷെ ഇപ്പോഴുള്ള കുട്ടികൾക്കും ആ പാട്ടുകൾ അറിയാം. ഇപ്പം നമ്മൾ പരിപാടിക്ക് പോകുമ്പോൾ അത് വിളിച്ച് പറയണം, പാടാൻ പറയണമൊക്കെ ഉണ്ട്. ഇതിനകത്ത് എനിക്കൊരു ആഗ്രഹമുണ്ട്, ഈ പാട്ടൊരു 4 വരി ഈ പാട്ടിനെ കേൾക്കണം. അല്ല, അതിനകത്തില്ലല്ലോ പിന്നെ കൂടെ പാടി അത് പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഷാഫി എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ എന്താ പറയുക, ആ ഒരു വലിപ്പമാണ്, അവൻ ചെയ്തു വെച്ചൊരു സൈനിങ് ആണത്. ഞാൻ കോറസ് ആവാ പാടിക്കും. ഇല്ല, ഒരു രസാകാലോ അത്. പുസ്തകത്തിൻ താളുകൾ മറിഞ്ഞു, ഓർമ്മതൻ തീരത്ത് ഞാൻ നിന്നെ തിരഞ്ഞു, മുത്തമിട്ട് ഞാനന്ന് നൽകിയ പൂക്കളും വാടിക്കരിഞ്ഞു, പിരിശമോടെ ഞാനെന്ന് പറഞ്ഞുള്ള വാക്കെല്ലാം മറന്നു, നീ എങ്ങോ മറഞ്ഞു, നമുക്കുറങ്ങാൻ ഒരുക്കിയ മണിയറ വിരഹത്താൽ പൊട്ടിത്തകർന്നു. ഇത് ക്ലിക്കായ എന്നെ പ്രോഗ്രാമിന് കൊണ്ടുപോകണം. അതാണ്. ജലാക, ഇപ്പോൾ ജലാകൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി അത് പോസ്റ്റൊക്കെ എടുത്ത് നോക്കിയാൽ കമൻസ് കാണാറുണ്ട്. ക്രഷ് ഓപ്പണായിട്ട് വന്നിട്ട് പറയുന്നുണ്ട് ക്രഷ്. അന്ന് ജലാൽക്ക് ആ ഗ്യാപ്പ് എടുക്കുന്ന സമയത്ത് ഒത്തിരി കുട്ടികളുടെ ക്രഷായിരുന്നു, പെട്ടെന്ന് അപ്രത്യക്ഷമായി. എന്താണ് സംഭവിച്ചത്? പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂളിലാണ് പഠിച്ചത്. അന്ന് +2 ഇല്ല. പിന്നെ അത് 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ പാളയത്തിലേക്ക് ഫ്രൂട്ട്സ് കച്ചവടം, പിന്നെ അത് പുതിയ സ്റ്റാൻഡിലേക്ക് മാറി, പിന്നീട് ഓട്ടോറിക്ഷ ഡ്രൈവറായി, പിന്നീട് കുറച്ച് കാസറ്റുകളൊക്കെ ഇറക്കി. പിന്നെ ആ കാസറ്റ് ഇറക്കിയത് മുതലാണ് ലൈഫിൽ മാറ്റം വന്നത്. ആ സമയത്തൊക്കെ മ്യൂസിക് ആർട്ടിസ്റ്റാണ്. പിന്നെ പാട്ടുകാരനായി, അഭിനേതാവായി, പിന്നെ സ്റ്റേജ് പെർഫോമറാണ്, ആങ്കറാണ്. പണ്ട് റെഡിമെയ്ഡ് ഡ്രസ്സിൻ്റെ എല്ലാ സ്ഥാപനങ്ങളുടെയൊക്കെ പരസ്യം പറയാൻ വേണ്ടി ജീപ്പിൽ പോകും. ആ മിഠായി തെരുവിലൂടെയൊക്കെ പോയത് ഇപ്പോഴും ഓർമ്മയിലുണ്ട്. പല സ്ഥലത്തും പോയിട്ടുണ്ട്. കേരളത്തിൻ്റെ എല്ലാ അറ്റത്തും പോയിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുള്ള ജീവിത വരുമാന മാർഗ്ഗമാണ് അന്നത്തെ സംഭവം. അപ്പോൾ ഇടയ്ക്ക് പിന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഹെവി ആയിട്ട് നിൽക്കുന്ന സമയത്ത് കുറേ കാലത്തിന് ശേഷം ഇടയ്ക്ക് വെച്ചിട്ട് പിന്നെ കോഴിക്കോട് നിന്ന് തന്നെ മാറി തിരുവനന്തപുരത്തെ കൊല്ലം ഹിറ്റായി നിൽക്കുന്ന സമയത്ത് മാറി. ആ സമയത്ത് ഇവിടുന്ന് മാറി കൊല്ലത്തുള്ള ഒരു നൗഫൽഖാൻ എന്ന് പറഞ്ഞൊരു ആളുടെ കൂടെ പോയി. അവിടുന്ന് പിന്നെ അത്യാവശ്യം മൂപ്പരെ കൂടെ ആങ്കറായിട്ട് കുറേ ഷോ ചെയ്ത് അവിടുന്ന് വിനീത് ശ്രീനിവാസൻ്റെ ടീമിൽ എത്തിപ്പെട്ട് ഈ നൗഫൽഖയുടെ തന്നെ. പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ കത്തിയേക്കുന്ന സമയത്ത് പെട്ടെന്ന് നിർത്തണം തോന്നി. അങ്ങനെ പരിപാടിയും പാട്ടും ഒക്കെ കൂടെ മടക്കി വെച്ച് ഒരു 5-8 വർഷം ഞാൻ കലാകാരനല്ലാത്ത ഒരു ലൈഫ് ഞാൻ ആസ്വദിച്ച് എനിക്ക് ഭ്രാന്തല്ലാത്തതൊക്കെ ആയിട്ടുണ്ട്. മനഃപൂർവ്വം ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. അതിന് എനിക്ക് ഗുണമാണെങ്കിലും എനിക്കതിൽ നഷ്ടം വരും തോന്നിക്കഴിഞ്ഞാലും ഞാനത് ചെയ്തിരിക്കും. അതെനിക്ക് എന്താ പറയുന്നത് വെച്ചാൽ കോഴിക്കോട് നഗരത്തിൽ നിന്ന് കിട്ടിയ ഒരു ഫുട്പാത്ത് ബേസ് ചെയ്തിട്ട് നമ്മൾ വളർന്ന് കച്ചവടക്കാരനായി അതിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ്. കാരണം ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാ ലെവലിലുള്ള ആളുകളായിട്ട് നമ്മൾ കാണും. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞാൽ ആ വാക്ക് പാലിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അത് എന്തിലും അങ്ങനെ തന്നെയാണ്. ഇനി ഇപ്പോഴും എനിക്ക് ഈ ഫീൽഡ് വിട്ട് പോകണം എന്ന് തോന്നിയാൽ ഞാൻ പോകും. ഇപ്പോൾ ഇന്നലെ വൈഫിനോടും മോനോടും ചോദിച്ച് നിർത്തണമെന്ന് ചോദിച്ചു. അപ്പോൾ എന്തെന്ന് ചോദിച്ചു. ഇല്ല, പരിപാടിയൊക്കെ നിർത്തട്ടെ ചോദിച്ചു. നിങ്ങളിപ്പം തൽക്കാലം നിർത്തല്ലാറ്. മോൻ പറഞ്ഞാൽ ഒരിക്കലും അറിയാം ഞാൻ നിർത്തുന്നുള്ള എൻ്റെ ക്യാരക്ടറാണ്. അത് ഈ ഫീൽഡിനോട് എതിർപ്പുള്ളതുകൊണ്ടോ ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നുമല്ല. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് മിസ് ചെയ്തില്ലേ? നല്ലോണം
നല്ലോണം മിസ് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ആരും ഓർമ്മയില്ലേനും, ഞാൻ മ്യൂസിക് ആർട്ടിസ്റ്റ് ആണെന്ന് ഓർമ്മയില്ലേനും, പാട്ടുകാരനാണെന്ന് ഓർമ്മയില്ലേനും, ഞാൻ ഇറക്കിയ വർക്കുകൾ എനിക്ക് ഓർമ്മയില്ലേനും, സത്യം പറയുകയാണെങ്കിൽ ഷാഫിനെ പോലും ഓർമ്മയില്ല. പക്ഷെ തിരിച്ച് വന്നപ്പം എനിക്ക് ഇവരോടൊക്കെ തോന്നിയ ഒരു സ്നേഹവും പവറും ഉണ്ടല്ലോ, അത് ഇപ്പോഴും ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഗ്യാപ്പ് എടുത്ത സമയത്തും ഇവരൊക്കെ ആയിട്ട് ഇല്ല ആരെയും ഓർമ്മയില്ല എന്ന് തന്നെ പറയാം. ഒരു പക്ക ഫാമിലി അങ്ങനെ ഇങ്ങനെ പോയി. എന്നാലും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അതൊരിക്കലും നഷ്ടമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കുറച്ചുകൂടി നന്നാവാൻ പറ്റി എനിക്ക്. അതായത് ഇനിയിപ്പോൾ എത്ര ഉയർന്ന ലെവലിലെത്തിയാലും അഹങ്കരിക്കാതിരിക്കാൻ, കളവ് പറയാതിരിക്കാൻ, വഞ്ചിക്കാതിരിക്കാൻ, അങ്ങനത്തെ കുറച്ച് അറിവുകളും തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട്. അതിനിപ്പോൾ എവിടെ എത്തിക്കഴിഞ്ഞാലും എനിക്കറിയാം ഇതൊന്നും ഇല്ലെങ്കിലും ഒന്നുകിൽ ഫുട്പാത്ത് കച്ചവടം, അല്ല ഓട്ടോറിക്ഷ ഡ്രൈവർ, അല്ലെ എന്തെങ്കിലും കൂലിപ്പണിക്ക് വേണം. അപ്പോൾ ഒരിക്കലും ഇനി എത്ര വലിയ ഉയരത്തിൽ നമ്മൾ എത്തിയാലും സാധാരണക്കാരനായിട്ട് ജീവിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്. അതുകൊണ്ട് ബേജാറില്ല. ഇനിയിപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ പല ആളുകൾ നമ്മളെ ഇടങ്ങാറാക്കുമ്പോഴും പണ്ടൊക്കെയാണ് ഉള്ളിടത്ത് പോയിട്ട് കുത്തും, ഇപ്പോൾ കളിയാക്കിക്കോട്ടെ, കാരണം അതൊക്കെ നമ്മളെ വിജയത്തിൻ്റെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവാണ്. പണ്ടത്തെ ഇപ്പോൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും 100%. കാരണം നമ്മളെ ഇഷ്ടപ്പെടാത്തവർ 10% ഉള്ളൂ, 90% ഇഷ്ടപ്പെടുന്നവരുണ്ട്. പിന്നെ എന്തിനു നമ്മൾ എൻജോയ് ചെയ്യാണ്ടിരിക്കണം? എല്ലാതായിട്ടും ലൈക്ക് അടിപൊളി. എനിക്കൊരു സംശയം, ജലാൽക്ക് ഇപ്പം ഇത്രയും പറഞ്ഞല്ലോ, ഇപ്പം കുറേ ജോബ് പറഞ്ഞു, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ജലാൽക്ക് ആരാണ് ശരിക്കും? ഷെമ്മി വീട്ടിൽ പോണതല്ലേ? ഇത്രയൊക്കെ പറഞ്ഞിട്ടും പിന്നെ ഷെമ്മിയുടെ ഒരു പ്രത്യേകത പറഞ്ഞുതരാം കേട്ടോ. ഷെമ്മി എന്നെ ചോദ്യം ചോദിക്കും, എന്നിട്ട് ഓളെന്നെ കട്ടും പറയും. അടിപൊളിയാണ്. ആങ്കർ വിത്ത് ഡയറക്ടറാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു ചോദ്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ടൊരു വാല്യൂ ആണെന്ന്. സത്യത്തിൽ ഞാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഞാൻ പറയാം, പണ്ട് നിങ്ങൾ കണ്ട ജലാൽ മാഗ്നസ്. അത് ഞാൻ ആരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. ഞാൻ കുറച്ച് ഗാലറീഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ദുബായിലുണ്ടാവും, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷറഫ് ഗാലറീഷൻ്റെ. അപ്പോൾ രാത്രി നമ്മൾ ജസ്റ്റ് പുറത്ത് പോയി ചായ കുടിക്കുന്ന സമയത്ത് ഇവരാണ് എന്നെ ഇങ്ങനെ പറഞ്ഞിട്ട്, നീ പണ്ട് ഇങ്ങനെയാടാ, നീ ഇങ്ങനെയാടാ, നീ ഇപ്പം എന്തെങ്ങനെ, എന്നെ ഭയങ്കരമായിട്ട് മാറ്റമുണ്ട്. അതിലൊരു മ്യൂസീഷ്യൻ പോലും ഉണ്ട്, മറ്റേ ജുബൈർ മുഹമ്മദ്. അവൻ പോലും പറയേണ്ടത് ചെയ്തു, എനിക്ക് നിങ്ങളെന്താ പഴയതെന്ന്. ശരിക്കും ഞാൻ അന്ന് സംഭവം മിസൈലിനെ പേടിച്ചിട്ടാണ് നാട്ടിൽ വന്നതെങ്കിലും ഇവിടെ വന്നപ്പം അവർ പറഞ്ഞത് ആലോചിച്ച് ഞാൻ ഇന്നെ തന്നെ റിക്കവർ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇറക്കിയ വർക്കാണ് ലാല. അത് ഉറപ്പിച്ച് ഞാൻ എന്തായിരുന്നു അത് ഞാൻ കണ്ടെത്തി. അതാണ് ഇപ്പോൾ ചോദിച്ചത്. ഞാൻ പണ്ട് നിങ്ങൾ കണ്ട ജലാൽ മാഗ്നസ്, ഇനി ഞാൻ പൊളിക്കണം. സെറ്റാ ഇൻഷാ അല്ലാഹ്. ഞാൻ ആരാന്നുള്ള ഉത്തരം കിട്ടിയല്ലോ? കിട്ടി. ഓക്കെ. ഇനി വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എനിക്ക് തോന്നട്ടെ ഇമ്പോർട്ടൻ്റ്. ഞാൻ കോഴിക്കോട്ടുകാരിയാണ്. ഞാൻ ശരിക്കും മലപ്പുറം ആണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട്ടുകാരിയാണ്. ജലാൽക്കയും കോഴിക്കോട്ടുകാരനാണ്. പക്ഷെ എനിക്ക് ജലാൽക്കൻ്റെ വീട് കോഴിക്കോട് എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെയാണ്. അതിനകത്തൊരു കഥയുണ്ട്. എന്നെ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ ഷാഫി താജും ഒക്കെ വടകര കൊയിലാണ്ടിക്കാരായതുകൊണ്ട് ഇന്നെയും ആ ഒരു നാട്ടിലേക്കാണ് ഇവർ പോസ്റ്റ് ചെയ്തത്. കുറച്ച് ആളുകൾ ഞാൻ കോഴിക്കോടാണ്, കോഴിക്കോട് കല്ലായിക്കടുത്ത് പന്നിയാങ്കരയാണെന്ന് പറയുമ്പോൾ കോഴിക്കോട്ടുകാരനാണെന്ന് ചോദിച്ചിട്ട് ആളുകൾക്ക് അത് അവരെ ആ ഒരു റൂട്ടിലേക്ക് മാറിയത്. കോഴിക്കോട് തന്നെയാണ്. എൻ്റെ കറക്റ്റ് സ്ഥലം ഫ്രാൻസിസ് റോഡാണ്, ഇടിയാങ്കര. പിന്നെ എൻ്റെ വാപ്പൻ എല്ലാവരും അറിഞ്ഞില്ലേ ജലാൽക്കൻ്റെ സ്ഥലം കോഴിക്കോടാണ്, പന്നിയങ്കര. ഇനി ആരും അത് ചോദിക്കണ്ട. ഇനി ചോദിക്കൂല, ഈയും ചോദിക്കരുത്. ഞാൻ ഒരിക്കലും ചോദിക്കില്ല. തീർച്ചയായിട്ടും. ഫാദറിന്റെ നാട് തലശ്ശേരിയാണ്, തലശ്ശേരി ഓവി റോഡ്. കല്യാണം കഴിച്ച് എനിക്കറിയാം, കാസർഗോഡ്. ആര്? എനക്കൊരു തേങ്ങ അറിയില്ല. ഞാൻ കല്യാണം കഴിച്ചത് എരഞ്ഞിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തെ കണ്ടംകുളങ്ങര, പാവങ്ങാട്. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇല്ല, എന്റെ വൈഫിന് ഉറപ്പാ ഞാൻ രണ്ടാമതൊരു കല്യാണം കഴിക്കൂല. ഫസ്റ്റത്തെ എന്തായാലും ആവില്ല. ഇല്ല. അപ്പൊ അതും ആവാൻ സാധ്യത ഉണ്ട് കേട്ടോ. കാരണം അതും അങ്ങനെ ചിന്തിക്കാൻ സാധ്യത ഉണ്ട്. കല്യാണത്തിന്റെ പ്രപ്പോസൽ ചെയ്ത സമയത്ത് കല്യാണത്തിൻ്റെ 2-3 ദിവസം മുൻപ് വൈഫിൻ്റെ ബ്രദർ അവരെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എൻ്റെ സെക്കൻഡ് മാരേജ് ആണെന്ന് പറഞ്ഞിട്ട് ആ കല്യാണം മുടങ്ങാൻ പോയതാണ്. വൈഫിൻ്റെ സ്വന്തം നിർബന്ധപ്രകാരമാണ്. ഒറ്റക്കാലിൽ നിന്നിട്ട് തീരുമാനം എടുത്തുകൊണ്ട് ഇപ്പോൾ 3 കുട്ടികളായി. മാഷാ അല്ലാഹ്, റാഹത്താണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് കല്യാണം തന്നെയാണ്. രണ്ടാമത്തെ വൈഫ് സമ്മതിക്കാത്ത സ്ഥിതിക്ക് അത് മരിക്കണവരെ നടക്കൂല മാഷാ അല്ലാഹ്. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇല്ല, ഇപ്പോൾ എന്നെപ്പോലെ ഞാൻ ആഗ്രഹിക്കില്ല. പിന്നെ കോഴിക്കോട്ടുകാരനാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവ് ഞാൻ ചെയ്തു വെച്ചത് കിണ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. നമ്മളെ കോഴിക്കോട്ടുകാരെ സംസാരിക്കുമ്പം വന്നിക്കണ്, പോയിക്കണ്, കെട്ടിക്കണ്, കൊടുത്തിക്കണ് എന്നുള്ള പാട്ട്. അതിനി കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും സ്റ്റേജിലായി പാടലുണ്ട്. എന്നാലും നമുക്കൊന്ന് കേട്ടോക്കാം. ഇപ്പം ആ എല്ലാ ഇന്റർവ്യൂവിലും പാടിയതാണ്. എന്നാലും
നമ്മൾ വന്നിക്കണ് സിനിമ ഗ്രാമം എത്തിക്കണ് കോഴിക്കോട്ടങ്ങാടിയിലെത്തിക്കണ് ഒരു ഗസ്റ്റായി വിളിച്ചിക്കണ് ഷെമ്മി വന്നിക്കണ് ആങ്കറിങ്ങിന് മുന്നിലിരുന്നിക്കണ് ഓള് ബബ്ബ പറഞ്ഞിക്കണ് ഒക്കെ കൂടെ ഓലക്കമ്മലായിക്കണ് ചോദ്യം ചോദിച്ചിക്കണ് നമ്മൾ ഉത്തരം കൊടുത്തിക്കണ് ഓളെ മുഖാകെ മാറിക്കണ് ഉത്തരം മുട്ടിട്ടിരുന്നിക്കണ് മതി മതിന്ന് പറഞ്ഞിക്കണ് കിശയിൽ കൈയിടാൻ നോക്കിക്കണ് എന്നിട്ട് തോക്കെടുത്തിക്കണ് എല്ലാത്തിനും വെടിവെക്കാൻ നോക്കിക്കണ് നമ്മൾ വന്നിക്കണ് സിനി ഗ്രാമത്തിൽ എത്തിക്കണ് ഇൻ്റർവ്യൂ ചെയ്യാൻ എന്നെ കണ്ടുക്കണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കണ്ടുക്കണ് നമുക്ക് സന്തോഷമായിക്കണം. ഞങ്ങൾക്ക് സന്തോഷമായിക്കണം. ജലാൽക്കൊരു സിംഗറാണ് ആണ് ഇപ്പോൾ മ്യൂസിക് ഡയറക്ഷൻ കൂടിയുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പാട്ടുകൾ ചെയ്യാന്നുള്ളത്. അങ്ങനെ ചെയ്തിട്ടുള്ള പാട്ടാണ് പജ്ജിൻ്റെ നെജ്ജ് കജ്ജുമലായാൽ എന്താക്കും 501 ബാർ സോപ്പോണ്ട് ഞാൻ കെഗ്ഗും സോപ്പ് വാങ്ങാൻ കായില്ല ഞാൻ എന്താക്കും പൈപ്പിൻ്റെ ഒട്ടിലെ സോപ്പെടുത്ത് ഞാൻ കെഗ്ഗും. അത് ഒരു യാത്രയിൽ എൻ്റെ കൂടെ എപ്പോഴും ആനമാട് ശംസു എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്തുണ്ട്, എഴുത്തുകാരനാണ്. അപ്പോൾ നമ്മളെ സംസാരത്തിൽ യാത്രകൾക്കിടയിൽ വന്നു പോയിട്ടുള്ള ഒരു മ്യൂസിക്കും ലിറിക്കാണത്. അതേപോലെ തന്നെയാണ് സൽമാൻ അയ്യൂർ എഴുതിയിട്ടുള്ള കണ്ണേറൊന്ന് തന്നോളെ. ഇതും അതേപോലെ ഒരു പ്രോഗ്രാമിന് പോകുമ്പം എപ്പോഴും എൻ്റെ ഇൻസ്ട്രുമെൻറ്റിൽ സ്റ്റയറിങ്ങാണ്. ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇവർ ആ ലിറിക്ക് വരുമ്പോൾ സ്റ്റയറിങ്ങിൽ മുട്ടിയിട്ട് പാടും, അത് റെക്കോർഡ് ചെയ്യും, പിന്നെ റൂം എടുക്കും, പിന്നെ 3-4 ആൾക്കാരിരുന്ന് ചേർന്നിട്ട് അതിനെ ഒരു റൂട്ടിലേക്ക് ആക്കി മാറ്റിയിട്ട് ചെയ്യും. ഇപ്പോൾ അതേപോലെ ഒരു പുതിയൊരു പാട്ട് ഇങ്ങനെ ഒരു പക്കാ കോമഡി സാധനം ഇങ്ങനെ ചെയ്ത് പ്ലാനാക്കി. ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സീരിയസ് ആണ്. കാലമൊക്കെ ഓക്കെ. ഈ കാല് കടയും ജലാൽക്ക് സിംഗറാണ് ആണെന്ന് ഞാൻ ഇനി പറയണ്ട ആണ്. പിന്നെ മ്യൂസിക് ഡയറക്ഷൻ കൂടി ചെയ്യുന്നുണ്ട്. സോ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു രംഗത്തേക്ക് വരാനുണ്ടായൊരു സാഹചര്യം. ഈ ഒരു രംഗത്തേക്ക് വരാനുണ്ടായ സാഹചര്യം, ഞാൻ എൻ്റെ സ്കൂൾ ലൈഫ് പറഞ്ഞില്ലേ, സാമൂതിരി സ്കൂൾ. ആ സ്കൂളിൽ മിമിക്രി ആർട്ടിസ്റ്റാണ്. മിമിക്രിയൊക്കെ അവതരിപ്പിക്കും, നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് മരണപ്പെട്ടു പോയിട്ടുള്ള വിജയശേട്ടനിലെ നാടകം, മൂപ്പരാണിൻ്റെ ഗുരുനാഥൻ, ആദ്യമായിട്ട് തന്നെ തീൻമേശയിലെ ദുരന്തം അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു നാടകത്തിൽ 2 കഥാപാത്രങ്ങളുള്ള നാടകത്തിൽ അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ്. പക്ഷേ ആ സ്കൂളിൽ തന്നെ മിമിക്രിയും അതുപോലത്തെ കലാവിരുന്നുകളൊക്കെ ആയിട്ട് ബാക്കി ഇങ്ങനെ പോകുന്നുണ്ട്. സ്കൂൾ ലൈഫ് കഴിഞ്ഞപ്പം മിമിക്രി ഒരു വരുമാന മാർഗ്ഗമാക്കി കണ്ട് അത് പ്രൊഫഷനായി. ചെറിയ പ്രായത്തിൽ തന്നെ മിമിക്രി അവതരിപ്പിക്കാൻ വലിയ ടീമിൻ്റെ കൂട്ടത്തിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അവതാരകനായിട്ട് മാറി. അതിൽ പിന്നീട് സത്യം പറയുകയാണെങ്കിൽ അന്നത്തെ എൻ്റെ കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെയാണ് ഇന്നെ ഒരു കലാകാരനാവാൻ വേണ്ടിയിട്ട് പടച്ചവൻ തിരഞ്ഞെടുത്തത്, മാറ്റിയത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അന്ന് ഒരു കൂലിപ്പണിക്ക് പോയിട്ട് ഒരിക്കലും എൻ്റെ കുടുംബത്തെ പോറ്റാൻ, എൻ്റെ കുടുംബത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റൂല എന്നുള്ള തിരിച്ചറിവ് നമ്മൾ സൃഷ്ടിച്ച റബ്ബിനുണ്ടാവും. അവിടെ പെട്ടെന്ന് നമ്മളെ റൂട്ട് മാറ്റി കലാകാരനാക്കുന്നു, റൂട്ടാവുന്നു. മറ്റേ നമുക്ക് 250, 100, 75 ഉറുപ്പ്യൊക്കെയാണ് ഒരു ദിവസം കൂലി, 10 ഉറുപ്പ്യൊക്കെ എല്ലാം തുടങ്ങി. ഇത് വന്നു കഴിഞ്ഞപ്പോൾ 250, 500, അന്നത്തെ 500, 1000 ഒക്കെയാണ് അന്ന് കിട്ടിയത്. പിന്നീട് നമുക്ക് 10,000, 20,000 പാട്ട് ആൽബം ഇറക്കി കഴിഞ്ഞപ്പം 25,000, 10,000 ഒക്കെ അന്ന്. പിന്നെ ഗൾഫ് യാത്ര, നമ്മളെ ലൈഫ് സ്റ്റൈലേ മാറി. എനിക്ക് തോന്നുന്നത് പണ്ട് കഷ്ടപ്പെട്ടതിന്, പണ്ട് വെയിൽ കൊണ്ടതിന്. കാരണം ഒരിക്കലും പുതിയ സ്റ്റാൻഡിൻ്റെ മർമ്മത്ത് ബസ് നിർത്തിയിടുന്നതിൻ്റെ കാഞ്ചാസ് ബിൽഡിങ്ങിൻ്റെ സൈഡിലാണ് ഫ്രൂട്ട്സ് കച്ചവടം ചെയ്തത്. അവിടെ രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള വെയിൽ ഒരു മനുഷ്യനിക്കും 1 മണിക്കൂർ പോലും നിന്നിട്ട് കൊള്ളാൻ പറ്റില്ല. അന്ന് മണിക്കൂറുകളോളം കൊണ്ട ആ വെയിലും ആ ഒരു പ്രയാസമൊക്കെ ആയിരിക്കാം പടച്ചവൻ ഇങ്ങനെ ഒരു ഭാഗ്യം തന്നത്. അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. കാരണം കുറേ കഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഇനി പോയിട്ട് ഈ അടിച്ചു പൊളിക്കുക. ഇതേപോലെ തന്നെയാണ് ഷാപ്പിയുടെ ലൈഫ്. അപ്പം നമ്മൾ അത്രയും പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത്, അർഹതയില്ലാത്ത സ്ഥലത്ത് അർഹതപ്പെട്ട കുറേ അംഗീകാരങ്ങൾ തരാൻ കാരണക്കാരനായത് പടച്ചവൻ തന്നെയാണ്. അതൊക്കെ തന്നെയായിരിക്കാം ഇങ്ങനെയൊക്കെ മിമിക്രി, പാട്ട്, ആങ്കറിങ്, അല്ലെങ്കിൽ എഴുത്ത്, പാട്ടിനോടുള്ള ഇഷ്ടം, സിനിമ, ഇതൊക്കെ ചെയ്യാനുള്ള കാരണമായിട്ട് മാറിയത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ബിസിനസ് ചെയ്യാനാണ്. ഭയങ്കര ഇഷ്ടമാണ്. നഷ്ടം ലാഭം എന്നുള്ളതല്ല, ഇടയ്ക്ക് വെച്ച് മുങ്ങിയതും അത് തന്നെയാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും ആയുസോടെ ഉണ്ടെങ്കിൽ ആരുടെ മുന്നിലും കൈ നീട്ടാതെ പടച്ചവൻ്റെ സഹായത്തോടെ ജീവിക്കുക എന്നുള്ള ആ ഒരു ഗഡ്സ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ കലാകാരനായത് ഒരിക്കലും എൻ്റെ ഒരു കഴിവ് കൊണ്ടല്ല, അത് നമുക്ക് പടച്ചവൻ തന്നിട്ടുള്ളൊരു ഗിഫ്റ്റായിട്ട് കാണുന്നതാണ്.
മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ മാപ്പിളപ്പാട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വേറെ സിനിമാ പാട്ട്, ലളിതഗാനം അങ്ങനെയല്ല. മാപ്പിളപ്പാട്ടിന് പറഞ്ഞാൽ ഒരു വശ്യതയുണ്ട്, നമ്മളൊരു വശീകരിക്കാനുള്ളൊരു ഇതുണ്ട് അല്ലേ. അപ്പം എങ്ങനെയാണ് മാപ്പിളപ്പാട്ടിൻ്റെ ടോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? മാപ്പിളപ്പാട്ടും നമ്മൾ ചെയ്യണ ഇപ്പോഴത്തെ വർക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഇപ്പം അതിൽ മാറ്റം കൊണ്ടുവന്നത് ഷാഫിയാണ്. ഷാഫീൻ്റെ പാട്ടുകൾക്ക് ഷാഫി ട്യൂണ്, ലിറിക്ക്, പിന്നെ പാട്ടിൻ്റെ സ്റ്റൈല് ശരിക്കും പറയുകയാണെങ്കിൽ അത് താജുക്ക മുതൽ ഷാഫി തുടക്കമിട്ടിട്ടുള്ളൊരു സംഭവമാണ്. കൽബാണ് ഫാത്തിമ ഇറങ്ങി ഷാഫി ആ സമയത്തും ഈ രംഗത്ത് ടോണിൻ്റെ ഒക്കെ ഒരു ഇൻസ്പിറേഷൻ മാപ്പിളപ്പാട്ട് തന്നെയല്ലേ? 100%. ഇപ്പം പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള മാപ്പിളപ്പാട്ടിനോട് എത്രത്തോളം നമുക്ക് ഇഷ്ടമുണ്ടോ നമ്മൾ മാപ്പിളപ്പാട്ടിനെ നിലനിർത്തിക്കൊണ്ട് പാട്ടുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി മാപ്പിളപ്പാട്ടുകൾ ബന്ധമില്ലാത്ത പാട്ടുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വാപ്പയും ഉമ്മയും ടേപ്പ് റെക്കോർഡിൽ വെച്ചിട്ടുള്ള കാസറ്റ് വെച്ച് കേട്ട പാട്ടുകളാണ് ഒരു 3-4 വർക്കുകളാക്കി ഞാൻ ഇറക്കിയത്. ഹബീബ റസൂലരി എന്ന് പറഞ്ഞ വർക്ക്, പിന്നെ അതുപോലെ തന്നെ കുറേ വർക്കുകൾ ഇറക്കിയത് പണ്ട് ഞാൻ കേട്ട മാപ്പിളപ്പാട്ടുകളിൽ നിന്നും ഞാൻ കടമെടുത്തിട്ട് ഈ കഴിവുള്ള ആൾക്കാരെ കൊണ്ട് അത് മ്യൂസിക് ചെയ്യിക്കുകയും ലിറിക്സ് ചെയ്യിക്കുകയും പാടിപ്പിക്കുകയും ചെയ്തിട്ടാണ് എൻ്റെ ആഗ്രഹങ്ങളാണ് തീർത്തത്. ഇപ്പോഴത്തെ കാലഘട്ടം വേറെയാണ്, റേഞ്ചേ വേറെയാണ്. പക്ഷേ ഞാൻ എത്രത്തോളം ഇപ്പോൾ ഉള്ള ഈ ട്രെൻഡിൽ ഞാൻ മിക്സ് ആണെന്ന് എനിക്കറിയില്ല. എന്നാലും എൻ്റെ അത് കറക്റ്റാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ഇതെന്ന് വെച്ചാൽ രണ്ടാമത്തെ നിങ്ങളുടെ വരവ് 2K കിഡ്സ് ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും സോ റൈറ്റ് ട്രാക്കാണ്. ആണ് അതിൽ ഇങ്ങനെയൊക്കെയാണ് പോണതെങ്കിലും നമ്മുടെ ലക്ഷ്യമൊക്കെ വേറെയാണ്, എയിമും വേറെയാണ്. പക്ഷെ ഇപ്പം ഇത് നഷ്ടപ്പെട്ട കുറച്ച് സന്തോഷം തിരിച്ചു പിടിച്ച് ആസ്വദിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു ചോദ്യം, ഇനി കുറച്ച് സീരിയസ് അല്ല. ഓക്കെ ജലാൽക, ഇനി കാലിറക്കി വെച്ചില്ലേ, ഒരു ചോദ്യം ചോദിക്കണേ, ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. ഫേവറേറ്റ് സിംഗർ? അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ട സിംഗർ ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ കേട്ടിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ ഉപ്പി ഉമ്മയൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുകാരനാണ് പീർ മുഹമ്മദ്. പീർക്കയുടെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആ ടോണിൽ പാടാനൊക്കെ ശ്രമിക്കലുണ്ട്. അതൊക്കെ തന്നെയാണ് പാട്ടുകാരനാവാനുള്ള കാരണം. അതിൽ ഷാഫി എഴുതിയിട്ടുള്ള പുസ്തകത്തിൻ എന്ന് പറയുന്നതിൻ്റെ ട്യൂൺ തന്നെ പീർക്ക പാടിയ പാട്ടാണെന്ന് തോന്നുന്നു. ഒട്ടകങ്ങൾ വരി വരി വരിയായി, കാരക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിടത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നേ. പിന്നെയുള്ളത് മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട്, അവളുടെ സുന്ദരമാം കൺകോണിൽ സുബർഗവും കണ്ടേ. എത്ര കേട്ടാലും മതി വരാത്ത പാട്ടുകളിൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളാണ് പീർക്കൻ്റെ. നമ്മൾ ഈ ജനറേഷനിൽ ഉള്ളൊരു ഫേവറേറ്റ് സിംഗർ? ഈ ജനറേഷനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ടുകാരൻ, ഞാൻ പാട്ടൊക്കെ നിർത്തിയിട്ട് ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുള്ള 2 പാട്ടുകാരാണ് റാസ ബീഗം. അതിൽ ബീഗത്തിനെ ഞാൻ ആദ്യം ഒരു സ്റ്റേജ് ഷോയിൽ വെച്ച് കണ്ട്, റാസനെ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കോഴിക്കോട് വെച്ചിട്ട് അവതാരിക്കാൻ നൈനിഷ ഗാലറി വിഷൻ്റെ ഒരു വർക്കിന് അവിടെ പോയപ്പം മൂപ്പരെ പരിചയപ്പെടുത്തി തന്നു. പക്ഷെ ഭയങ്കര റെസ്പെക്റ്റൊക്കെ തന്നതിൽ അന്തം വിട്ടുപോയി. അപ്പോൾ മൂപ്പര് പാടിയ പാട്ട് തന്നെ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒരു വീഡിയോ ശില്പിക്ക് വേണ്ടിയിട്ട്. അന്നത് പാടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ അത്രയും വലിയ സ്ഥാനത്ത് കാണുന്ന ഒരു പാട്ടുകാരൻ മൂപ്പര് കൂടെ 2 വരി പാടാന്നുള്ളത് പാടിപ്പോൾ അന്ന് പാടി. കത്ത് പാട്ട് പാടി നടന്ന് കാട്ടുമുല്ല ചോട്ടിലിരുന്ന്, കണ്ണ് കൊണ്ട് കളം വരച്ച് കാത്തിരുന്നോള്. റാസയെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്.